അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹദീസ് ക്ലാസ് 15. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻതലഖ സഅദ് ഇബ്നു മുആദിൻ മുഅ്തമിറൻ. ഉംറ നിർവഹിക്കാനായി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അൻസാരികളുടെ നേതാവ് പോയി. അങ്ങനെ ഫനസല അല ഉമയ്യത്ത് ബിൻ ഖലഫിൻ അബി സഫ്വാൻ, അബൂ സഫ്വാൻ എന്ന സ്ഥാനമുള്ള ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അതിഥിയായി അദ്ദേഹം മക്കയിലെത്തി. വക്കാന ഉമയ്യത്തു ഇദൻ തലഖ ഇല അശ്ശാം, ഉമയ്യത്ത് ഷാമിലേക്ക് പോകുമ്പോൾ ഫമർറബിൽ മദീന, മദീനയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നസല അല സഅദിൻ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് അദ്ദേഹം അതിഥിയായി ഇറങ്ങും. അതേപോലെ മക്കയിലെത്തിയാൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അതിഥിയായിട്ടാണ് അവിടെ താമസിക്കാറ്. അങ്ങനെ മക്കയിലെത്തിയപ്പോൾ ഫഖാല ഉമയ്യത്തു ലി സഅദിൻ, സഅദ് റളിയല്ലാഹു അൻഹു ഉംറക്ക് വന്നതല്ലേ, ആ ഉംറക്ക് വന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ഉമയ്യത്ത് പറഞ്ഞു, ഇൻതദിർ ഹത്താ ഇദൻ തസഫൻ നഹാറു വഗഫലൻ നാസ് ഇൻതലഖ്തു ഫതുഫ്തു, നിങ്ങൾ ഇപ്പൊ കുറച്ചുനേരം വെയിറ്റ് ചെയ്യണം, ഉച്ച ആകുന്ന സമയത്ത് ജനങ്ങളൊക്കെ കഅബയിലേക്ക് വരാത്ത അശ്രദ്ധമായ സമയത്ത് പോയിട്ട് തവാഫ് ചെയ്യാമെന്ന് നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഉച്ചയാകുന്നത് വരെ കാത്തിരിക്കുകയും അങ്ങനെ പോയി തവാഫ് നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ ബൈന സഅദുൻ യതൂഫു, സഅദ് റളിയല്ലാഹു അൻഹു തവാഫ് നിർവഹിച്ചുകൊണ്ടിരിക്കെ ഇദൻ അബൂജഹൽ, മക്കയുടെ നേതാവ് അബൂജഹൽ വന്നു. അങ്ങനെ ഫഖാൽ, അയാൾ ചോദിച്ചു, മൻ ഹാദല്ലദീ യതൂഫു ബിൽ കഅബ, ആരാണ് ഈ കഅബ തവാഫ് ചെയ്യുന്നയാൾ? ഫഖാല സഅദുൻ, സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന സഅദുൻ, ഞാൻ സഅദാണ് എന്ന്. ഫഖാല അബൂജഹൽ, അപ്പൊ അബൂജഹൽ പറഞ്ഞു, തതൂഫു ബിൽ കഅബത്തി ആമിനൻ, നിങ്ങൾ നിർഭയനായി കഅബ തവാഫ് ചെയ്യുന്നു. അതേസമയത്ത് വഖദ ആവൈതു മുഹമ്മദൻ വഅസ്ഹാബഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്കും സഹകാരികൾക്കും നിങ്ങൾ മദീനയിൽ അഭയം നൽകിയിരിക്കുന്നു, എന്നിട്ടും ഈ മക്കയിൽ വന്ന് സ്വസ്ഥമായി തവാഫ് ചെയ്യുകയാണല്ലേ എന്നൊരു പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പദപ്രയോഗം അബൂജഹൽ നടത്തി. ഫഖാല നഅം, സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്കും കൂടെ വന്നവർക്കും അഭയം നൽകിയിരിക്കുന്നു, അഭിമാനത്തോടെ പറയുന്നു എന്ന്. അങ്ങനെ ഫതലാഹയ ബൈനഹുമ, രണ്ടാൾക്കുമിടയിൽ അതിശക്തമായിട്ടുള്ള തർക്കം നടക്കുകയും ഫഖാല ഉമയ്യത്തു ലി സഅദിൻ, ആ സമയത്ത് ഉമയ്യത്ത് ബിൻ ഖലഫ് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ തർഫ സൗതക അല അബുൽ ഹക്കം, അബുൽ ഹക്കം, അബൂജഹലിനെ അവിടെ അവര് വിളിക്കുന്നത് അങ്ങനെയാണ്, അബുൽ ഹക്കമിന്റെ നേരെ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്, ഫഇന്നഹു സയ്യിദു അഹ്ലിൽ വാദി, കാരണം അദ്ദേഹം ഈ പ്രദേശത്തിന്റെ ലീഡറാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് സുമ്മക്കാല സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി, പടച്ചവനെ തന്നെ സത്യം, ലഇൻ മനാതനി അൻ അതൂഫ ബിൽ ബൈത്ത്, ഈ കഅബ തവാഫ് ചെയ്യുന്നതിന് നിങ്ങൾ എനിക്ക് തടസ്സം നിന്നാൽ ലാഖത അന്ന മത്ജറക ഷാം, ഷാമിലുള്ള നിങ്ങളുടെ കച്ചവടം ഞാൻ പൂട്ടിക്കും. അപ്പൊ കാല ഫജാല ഉമയ്യത്തു യഖൂലു ലി സഅദിൻ, അപ്പോഴും ഉമയ്യത്ത് പറഞ്ഞുകൊണ്ടിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിനോട്, ലാ തർഫ സൗതക്, നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്, വജഅല യുംസികുഹു, ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു ഉമയ്യത്ത് ബിൻ ഖലഫ്, കാരണം അബൂജഹൽ നേതാവാണ്, അയാൾക്കെതിരെയുള്ള ശബ്ദം ഉയർത്തുന്നത് എന്ന നിലക്ക്. അങ്ങനെ ഇത് തുടർന്നപ്പോ പുറത്തുനിന്ന് വന്ന ഒരാളോട് മാന്യമായി പെരുമാറാത്ത നേതാവിന് കാര്യം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തോട് മറുപടി പറഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹുവിനെ വീണ്ടും വീണ്ടും അദ്ദേഹം തടസ്സപ്പെടുത്തിയപ്പോൾ ഫഗളിബ സഅദ് റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്നു. ഫഖാല, എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാന അൻക, നമ്മളെ വിട്ടേക്ക് നീ, ഫഇന്നി സമയത്തു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യസൂമു അന്നഹു ഖാതിലുക്, റസൂലുള്ളാഹ് നിന്നെ കൊല്ലും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്നെ കൊന്നുകളയുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാല, ഉടനെ തന്നെ പിന്നെ സ്തബ്ധനായ ഉമയ്യത്ത് ചോദിച്ചു, ഇയ്യായ, എന്നെ കൊല്ലുമെന്നോ? കാല നഅം, അതെ, നിന്നെ കൊല്ലുമെന്നു കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹ് പറയുന്നത്. അങ്ങനെ കാല, അയാൾ പറയാണ്, ഉമയ്യത്ത് ബിൻ ഖലഫ് പറയാണ്, വല്ലാഹി മാ യക്ദിബു മുഹമ്മദുൻ ഇദാ ഹദ്ദസ, പടച്ചോനെ തന്നെ മുഹമ്മദ് നബി ഒരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും മുഹമ്മദ് നബി കള്ളം പറയില്ല. അങ്ങനെ അദ്ദേഹം നോക്കണം നമ്മൾ. അപ്പൊ റസൂലുള്ളാഹിനെ പറ്റി അവർക്ക് ശത്രുപക്ഷത്ത് നിർത്തുമ്പോഴും അവരുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടാണ് പറഞ്ഞത്. അങ്ങനെ ഫറജഅ ഇലംറാത്തിഹി, ഭാര്യയുടെ അടുത്തേക്ക് ഉമയ്യത്ത് ബിൻ ഖലഫ് വന്നു. എന്നിട്ട് പറഞ്ഞു, അമാ തഅലമീന മാ ഖാല ലി അഖി അൽ യസ്രിബി, എന്റെ മദീനക്കാരനായ സുഹൃത്ത് സഹോദരൻ പറഞ്ഞത് നീ അറിഞ്ഞില്ലേ? കാലത്ത് അവർ ചോദിച്ചു, ഒമാ കാല, എന്താ പറഞ്ഞത്? കാല, ആ സമയത്ത് ഉമയ്യത്ത് പറഞ്ഞു, സഅമ അന്നഹു സമിഅ മുഹമ്മദൻ യസ്ഉമു അന്നഹു ഖാതിലി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞതായി മുഹമ്മദ് നബി പറഞ്ഞതായി കേട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാലത്ത് ആ സമയത്ത് ഭാര്യ പറഞ്ഞു, വല്ലാഹി മാ യക്ദിബു മുഹമ്മദ്,
അള്ളാഹു തന്റെ സത്യം മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങൾ കള്ളം പറയില്ല. ഖാല ഫലമ്മാ ഖറജു ഇലാ ബദരിൻ, അങ്ങനെ ബദറിലേക്ക് പുറപ്പെട്ടപ്പോൾ വജാഅ സരീഖു, പുറപ്പെടാനുള്ള ആഹ്വാനം വരികയും ചെയ്തപ്പോൾ ഖാലത്ത് ലഹു ഇംറാതുഹു, ഉമയ്യത്തിന്റെ ഭാര്യ പറഞ്ഞു അദ്ദേഹത്തോട്, അമാ ദക്കർത മാ ഖാല ലക അഖൂക യസ്രിബി, യസ്രിബുകാരനായ നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ, പിന്നെ എന്തിനാണ് ഈ യുദ്ധത്തിന് പുറപ്പെടുന്നത് എന്നർത്ഥം. ഖാല പിന്നെ ഫഅറാദ അല്ലാ യഖ്റുജ, റിപ്പോർട്ടർ പറയുന്നു ഫഅറാദ അല്ലാ യഖ്റുജ, പോകാതിരിക്കാൻ ഉമയ്യത്ത് അപ്പോൾ ആലോചിച്ചു. ഫഖാല ലഹു അബൂജഹൽ, അങ്ങനെ ഉമയ്യത്ത് പുറകോട്ട് മാറുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഇന്നക മിൻ അസ്റാഫിൽ വാദി, നിങ്ങൾ ഈ പ്രദേശത്തിന്റെ നേതാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഫസിർ യൗമൻ ഔ യൗമൈൻ, 1-2 ദിവസം നിങ്ങൾ സഞ്ചരിക്കൂ, അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എസ്കേപ്പ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാന്നർത്ഥം. എന്തായാലും ഇപ്പൊ നിങ്ങൾ പുറകോട്ട് മാറിയാൽ ആളുകളൊക്കെ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള മാർഗമായി അത് മാറുമെന്ന് പറഞ്ഞു. ഫസാറമാഹും, അങ്ങനെ അവരുടെ കൂടെ ആ ഉമയ്യത്ത് യാത്ര ചെയ്യുകയും ഫഖതലഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു. വെച്ചാൽ ബദർ യുദ്ധത്തിൽ ഉമയ്യത്ത് ബിൻ ഖലഫ് ആദ്യമായി തന്നെ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രഖ്യാപനത്തിന്റെ പുലർച്ച, ബദറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഗതിയാണ് നേരത്തെ തന്നെ റസൂലുള്ള പറഞ്ഞ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കൊലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രഖ്യാപനത്തിന്റെ പുലർച്ച എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ സഹീഹിന്റെ 3632 നമ്പർ ഹദീസായി ഇത് ഉദ്ധരിക്കുന്നത് കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയും അവിടുത്തെ മുഅ്ജിസത്തും ഇതിൽ നമുക്ക് തെളിഞ്ഞു കാണുന്നുണ്ട്. ബദറിൽ അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്ക് നൽകിയ സഹായത്തിന്റെ ആ രേഖയും ഇതിൽ കാണാം. അല്ലാഹു നമ്മെ നല്ലവരിൽപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.